ഇൻഫോ പാർക്ക്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എന്നിവിടങ്ങളിലേക്കെല്ലാം 15 മിനിറ്റിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പത്ത് 15 വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്റ്റിലെ മൂന്നാമത്തെ വില്ലയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. 4 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മതിലിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ചെടികൾ വെക്കാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. നാല് മീറ്റർ ഓപ്പണിംഗ് ആണ് ഇവിടെ ഗേറ്റിന് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. 14.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് നൽകിയിട്ടു. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണ്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 3 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. 3.5 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ വടക്ക് ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 2 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് പൂർണ്ണമായും ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10.5 അടിയിലേറെ നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. കിഴക്ക് ദർശനമായുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. 11 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിൽ 3D വാൾപേപ്പർ ചെയ്തിരിക്കുന്നു. അതുപോലെ മൾട്ടിവുഡിൽ ചെയ്ത് ധാരാളം സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു പാനലിംഗ് വർക്ക് കാണാം. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 12.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ലിവിങ്ങിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം ഇവിടെയായിട്ടൊരു ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ ഇരുഭാഗത്തും ധാരാളം സ്റ്റോറേജ് സ്പേസസ് നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്.
10 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ഇവിടെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS-ഉം ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി പർഗോളകൾ കൊടുത്ത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്നത് നമ്മളൊരു വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 16 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ റൂം അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കാം. സ്റ്റെയർ കയറി വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂം ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബാൽക്കണിയിലേക്ക് വരാം. 10 അടിയിലേറെ നീളവും 7.5 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.5 കിലോമീറ്റർ, സെൻറ് ആൻ്റണി സ്കൂളിലേക്ക് 6 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 2 സെൻറ്റ് 900 ലിങ്സ് സ്ഥലത്ത് 1530 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.